നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പടച്ചോനെ ഓർക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോഴായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ തകർച്ചയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, നമ്മുടെ ജീവിതമാകെ തകർന്നുകൊണ്ട് നമ്മൾ പടച്ചോനെ വിളിക്കാറുണ്ട്, റബ്ബിനെ ഓർക്കാറുണ്ട്. എന്നാൽ എത്ര ആൾക്കാരാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളിൽ പടച്ചോനെ ഓർക്കുന്നത് എത്ര മനുഷ്യരാണുള്ളത്? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും പടച്ചോനെ മറക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരു യഥാർത്ഥ അടിമയെന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തിലും അവൻ്റെ ദുഃഖത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. സന്തോഷം വരുമ്പോൾ അവ അൽഹംദുലില്ലാ പറയാറുണ്ട്, ദുഃഖം വരുമ്പോൾ റബ്ബിനോട് അവൻ ദുആ ചെയ്യാറുണ്ട്, എൻ്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, എൻ്റെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ എന്നവൻ ദുആ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ അടിമയുടെ സ്വഭാവം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.